ടി ജി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഇപ്പോൾ അമ്മയുടെ ഭരണസമിതി മുഴുവൻ രാജിവെച്ചിരിക്കുകയാണ്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, ബാക്കി എല്ലാവരും രാജിവെച്ചിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കും എന്നാണ് പറയുന്നത്. അതുവരെ ഈ ഭരണസമിതി തുടരും. ഇതാണിപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വിഷയത്തിലുണ്ടായ പുതിയ വിവരങ്ങൾ. എന്താണൊരു വലിയ മാറ്റങ്ങൾക്ക് മലയാള സിനിമാ മേഖല തുടക്കം കുറിക്കുകയാണോ? വലിയ മാറ്റങ്ങൾക്കൊന്നും തുടക്കം കുറിക്കുന്നില്ല. പക്ഷേ ഒരു സംവിധാനം അപ്പാടെ ഇല്ലാതാവുകയാണെന്നാണ് എൻ്റെ നിരീക്ഷണം. അമ്മ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ഒരു ബോഡിയൊന്നുമല്ല. അതൊരു വെൽഫെയർ ക്ലബ്ബാണ്. നമ്മുടെ രാമവർമ്മ ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്ലബ്ബ്. അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ അധികം ആൾക്കാരെ അവർ മെമ്പർമാരായിട്ട് വെച്ചിട്ടുണ്ട്. സിനിമാ നടനാണ് അല്ലെങ്കിൽ നടിയാണ് എന്നുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അമ്മ അംഗത്വമൊന്നും കിട്ടുന്നില്ല. അതിനവർക്ക് ചില നിബന്ധനകളുണ്ട്. ഏത് ക്ലബിലും വയ്ക്കുന്ന പോലെ ചില നിബന്ധനകൾ. അപ്പോൾ അത് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവരിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ സഹായിക്കുക, ഒരാൾക്ക് അപകടം പറ്റിയ അയാളെ ഒന്ന് സഹായിക്കുക, അതിനിപ്പം പിന്നെ വല്ലപ്പോഴും ഒന്ന് കൂടുക, ആഘോഷിക്കുക എല്ലാ രീതിയിലും. ഇതിനൊക്കെയുള്ള സംഘടനയാണ് അമ്മ. പക്ഷേ ഈ സംഘടന എന്തോ സകല കാര്യങ്ങളും നിയന്ത്രിക്കണം എന്ന് ആഗ്രഹിക്കുക, സകലതിലും ഇടപെടണം എന്ന് ആഗ്രഹിക്കുക, അംഗങ്ങളുടെ എന്തെങ്കിലും ക്രിമിനൽ കേസുണ്ടെങ്കിൽ അതിന് സമാധാനം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുക. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഒരു ക്ലബിന് അതിൻ്റെ ലിമിറ്റഡ് പർപ്പസേ ഉള്ളൂ. ക്ലബിലെ അംഗം പോയിട്ട് എവിടെയെങ്കിലും വളരെ പെണ്ണ് കേസുണ്ടാക്കി തെങ്ങ് കയറാൻ പോയി ഉരുണ്ട് വീണു, ഇതിനൊക്കെ ക്ലബിന് സമാധാനം പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ ക്ലബ്ബ് ബേസിക്കലി ഓവർലോഡഡായി. ആരാണോ അതിൻ്റെ ഭാരവാഹിയായി വരുന്നത്, സിനിമയിൽ എന്ത് നടന്നു കഴിഞ്ഞാലും ഉത്തരവാദി അയാളാണെന്നുള്ള മട്ടിൽ എല്ലാവരും കൂടെ നെഞ്ചത്ത് കയറാൻ തുടങ്ങി. ഒന്നുകിൽ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ. ഇവർക്ക് ഇതാണ് പണി എന്നുള്ളതൊന്നും. സിനിമാ രംഗത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അമ്മ ഇടപെടണം. എന്തിടപെടാൻ? സിനിമാ രംഗത്ത്, കലാരംഗം തന്നെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്. അവർ ചെയ്യുന്ന ജോലി കളക്റ്റീവാണ്. ബട്ട് ഓരോ ആളും അയാളുടെ പ്രതിഭ വെച്ചിട്ട് ഇൻഡിവിജ്വലാണ്. അവർക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ കാണും. കലാകാരന്മാരും കലാകാരികളും പൊതുവെ ഇമോഷണൽ ജീവികളാണ്. ചെറിയൊരു സംഭവം മതി അവർക്ക് വലിയ വായിൽ നിലവിളിക്കാൻ. ഇതാണ് ഇതിന്. ഞാൻ നോക്കിയിട്ട് ഈ അമ്മയുടെ നേതൃത്വം മൊത്തം രാജിവെച്ച സ്ഥിതിക്ക് ഇനി അമ്മയെന്ന് പറഞ്ഞ് രണ്ടാമതൊരു സംഘടന ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അത് തല്ലിക്കൂട്ടി ഉണ്ടാകുന്നതാകും, അത് നിലനിൽക്കില്ല. ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്തേ ഇത്തരം സംഘടനകൾ നിലനിൽക്കുകയുള്ളൂ. ഇംഗ്ലീഷിൽ വായിച്ചത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, വിശ്വാസം ഒരു മഞ്ഞുകൊണ്ടുള്ള സൂചിയാണ്. മഞ്ഞിങ്ങനെ ഉരുകിയും ഇതൊക്കെ നിൽക്കും. ചില സൂചികൾ ഇങ്ങനെ നിൽക്കും, മഞ്ഞുകൊണ്ടുള്ള സൂചി. ഒരിക്കലത് ഉരുകിപ്പോയാൽ അത് പിന്നെ ഉണ്ടാവില്ല. ഉണ്ടാവുകയാണെങ്കിൽ അത് വേറൊരു സൂചിയായിരിക്കും, ഒറിജിനലല്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ. നമ്മളൊരാളെ വിശ്വസിച്ചു, അയാൾ വഞ്ചന കാണിച്ചു എന്ന് വയ്ക്കുക, പിന്നെയും ഒരുപക്ഷെ നമ്മളയാളെ വിശ്വസിച്ചു എന്നൊക്കെ ഇരിക്കും, ബട്ട് ആ ഒറിജിനൽ വിശ്വാസമായിരിക്കില്ല അത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതിൽ. അപ്പോൾ ഇതുപോലത്തെ സംഘടനകൾ തകർക്കാൻ വളരെ എളുപ്പമാണ്. ആവേശ കമ്മിറ്റി കൂടി ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യുന്ന WCC ആണ്, അതാണ് ഇതാണ്, സ്ത്രീ സ്വാതന്ത്ര്യമാണ് ഉള്ള സംഘടന അങ്ങ് തകർത്തു. ഇത് രണ്ടാമതുണ്ടാക്കണമെങ്കിൽ സാധ്യമല്ല. ഇനി രണ്ടാമതുണ്ടാക്കിയാൽ തന്നെ അതിന് ഒറിജിനലിൻ്റെ ഒരു സ്നേഹമോ സൗരഭ്യമോ ഉണ്ടാവുകയില്ല. മനോഹരമായൊരു സംഘടനയായിരുന്നു അമ്മ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബോളിവുഡിലും ഒക്കെ ഇത്തരം സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇത്ര ഒരു ഭംഗിയോടെ പ്രവർത്തിച്ചിരുന്നില്ല. അവരൊക്കെ വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ കൂടിയിട്ട് ഒരു പാർട്ടി, വലിയ ആൾക്കാർ, അമിതാഭ് ബച്ചനൊക്കെ വന്ന് അതിനൊക്കെ വലിയ സ്പോൺസേഴ്സൊക്കെ ഇടപെട്ടിട്ട് വലിയൊരു ഇവൻറ്റ് നടത്തിയിട്ട് പിരിയും. അതല്ലാതെ അവരൊന്നും ചെയ്യാറില്ല. ഇവരങ്ങനെ ആയിരുന്നില്ല, കുറച്ചുകൂടെ വെൽഫെയർ ഓറിയൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ നോട്ടത്തിൽ അത് തകർന്നു എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാജിക്ക് സംഭവിക്കുമെങ്കിൽ ഫൈൻ.